Imagine managing your institute with ease. Introducing eGuru. eGuru is your all-in-one cloud solution. Manage students' fees and timetables effortlessly. Handle admissions like a pro with built-in CRM. Deliver engaging online learning with both live and recorded classes. And ace exam management with smooth, seamless processes. From schools to coaching centers, eGuru is designed for every type of institute. Boost efficiency, enhance communication, and save costs. Transform your educational management with eGuru today. eGuru is developed by Aimsoft Solutions Private Limited, a government-approved company. With a strong reputation and years of expertise, Aimsoft Solutions ensures that eGuru is not only innovative but also reliable. Trust in a solution backed by industry experts and endorsed by the authorities. So, whether you're running a school, college, or a coaching center, know that with eGuru, you're in safe hands. Experience the gold standard in institute management with eGuru, powered by Aimsoft Solutions. For more details and demo, click on the link below or visit aimsoftsolutions.com. eGuru എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ്റെ സോഫ്റ്റ്വെയർ ഡെമോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് eGuru ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ്റ് ആൻഡ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നതാണ്. ആദ്യമായി eGuru എന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എയിംസോഫ്റ്റ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. 2009 മുതൽ ട്രിവാൻഡ്രം ആസ്പദമായ ടെക്നോ പാർക്ക് ആസ്പദമായി വർക്ക് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഗവൺമെൻറ് അപ്രൂവഡ് കമ്പനിയാണ് എയിംസോഫ്റ്റ് സൊല്യൂഷൻ. ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യയിലും അതേപോലെ തന്നെ US-ലും സൗത്ത് ആഫ്രിക്കയിലും UAE-ലും ഒട്ടനവധി ക്ലയൻറ്റുകൾ ഉള്ള ഒരു കമ്പനിയാണ് എയിംസോഫ്റ്റ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈച്ച് ആൻഡ് എവറി എൻറ്റിറ്റി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് eGuru ആപ്ലിക്കേഷൻ. eGuru എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാർക്കറ്റിംഗ്, അതായത് CRM, അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് ഫീസ് മാനേജ്മെൻറ്റ്, അക്കൗണ്ടിംഗ്, പേറോൾ, സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ ഫാക്കൽറ്റീസിൻ്റെ സാലറി മാനേജ്മെൻറ്റ്, ERP, ക്ലാസ് ടൈം ടേബിൾ, അതേപോലെ തന്നെ ക്ലാസ് അറ്റൻഡൻസ്, അതോടൊപ്പം തന്നെ അക്കൗണ്ടിംഗ്, അതായത് ലെഡ്ജർ ബാലൻസ്, അതിനുശേഷം ലേണിംഗ് സിസ്റ്റം, സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആവശ്യമുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് ഓൺലൈൻ ലേണിംഗ് സിസ്റ്റവും നൽകുവാൻ സാധിക്കുന്നതാണ്. അതായത് ലൈവ് ക്ലാസ്സസ്, റെക്കോർഡ് ക്ലാസ്സസ്, PDF നോട്ട്സ്, എക്സാംസ്, ഒബ്ജക്റ്റീവ് എക്സാംസ്, ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ്, അസൈൻമെൻറ്റ്സ് തുടങ്ങിയ ഓപ്ഷൻസും eGuruയിലൂടെ സാധിക്കുന്നതാണ്. ഇത് കസ്റ്റമൈസ് സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളതാണ് പ്രത്യേകത. അതായത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആവശ്യാനുസരണം ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നു. ഇന്ന് ഇന്ത്യയിലും അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലും UAE-ലും ഒട്ടനവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ eGuru എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു. സൗത്ത് ആഫ്രിക്കയിൽ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ, അതായത് പാത്ത് സൗത്ത് ആഫ്രിക്കൻ എഡ്യൂക്കേഷൻ എന്നൊരു ഓൺലൈൻ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ eGuru എന്ന സോഫ്റ്റ്വെയർ ഇന്ന് ഉപയോഗിച്ചു വരുന്നു. അതേപോലെ തന്നെ US ആസ്ഥാനമുള്ള ഓക്സ്ഫോർഡ് ഗ്ലോബൽ ഇന്നോവേഷൻസ്, US-ൽ നിന്നുള്ള നാലിടെക് തുടങ്ങിയ സ്ഥാപനങ്ങളും വർഷങ്ങളായി eGuru എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു വരുന്നു. ഇന്ത്യയിൽ ഒട്ടനവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ eGuru എന്ന സോഫ്റ്റ്വെയർ ക്ലാസ് മാനേജ്മെൻറ്റിനും ഫീസ് കളക്ഷനും മാർക്കറ്റിങ്ങിനും വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്നു. എന്താണ് eGuru എന്നും eGuruവിൽ ഏതൊക്കെ മോഡ്യൂൾസ് ആണുള്ളതെന്നും നമുക്ക് ഇവിടെ നോക്കാം. eGuru എന്ന ആപ്ലിക്കേഷൻ ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ്. അതായത് അഡ്മിനും ഓഫീസ് സ്റ്റാഫിനും സബ് അഡ്മിനും ബ്രാഞ്ച് അഡ്മിനും ക്ലൗഡ് ആപ്ലിക്കേഷനാണ്. സോ അവർക്ക് വെബ് ബ്രൗസറിലൂടെ മൊബൈലിലോ അല്ലെങ്കിൽ ടാബിലോ ലാപ്ടോപ്പിലോ eGuru ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലാസ്സിലെ അറ്റൻഡൻസ് എടുക്കാനായി ടീച്ചേഴ്സിന് മൊബൈൽ ആപ്ലിക്കേഷനാണ് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ eGuruവിൻ്റെ ബേസ് വെർഷനകത്ത് സ്റ്റുഡൻസിന് വെബ് ആപ്ലിക്കേഷൻ വഴി ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഹൈ എൻഡ് eGuru ആപ്ലിക്കേഷനകത്ത് സ്റ്റുഡൻസിന് മൊബൈൽ ആപ്ലിക്കേഷൻ, അതായത് സെക്യൂർ മൊബൈൽ ആപ്ലിക്കേഷൻ നൽകുന്നതാണ്. അതായത് സ്റ്റുഡൻസിന് ലൈവ് ക്ലാസ്സസോ റെക്കോർഡ് ക്ലാസ്സസോ PDF എക്സാംസോ ഒന്നും തന്നെ മറ്റ് സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാനോ സ്ക്രീൻ കാസ്റ്റ് ചെയ്യാനോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനോ സാധിക്കുന്നതല്ല. അതിനായി സ്റ്റുഡൻസിന് മൊബൈൽ ആപ്ലിക്കേഷൻസും നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹൈ എൻഡ് വെർഷനിൽ സ്റ്റുഡൻസിന് പ്രൊട്ടക്റ്റഡ് വെബ് ആപ്ലിക്കേഷനും നൽകുന്നുണ്ട്. അതായത് വെബ് ആപ്ലിക്കേഷനിലും സ്റ്റുഡൻസിന് കണ്ടൻറ്റ് കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനോ സാധിക്കുന്നതല്ല. അടുത്തതായി നമ്മൾക്ക് അഡ്മിൻ ലോഗിൻ നോക്കാം. മറ്റൊരു കാര്യം എടുത്തു പറയുന്നത്, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അവരുടെ ആയിട്ടുള്ള ആപ്ലിക്കേഷനായി തന്നെ നമ്മൾ eGuru ചെയ്ത് നൽകുന്നതാണ്. അതായത് eGuru എന്ന ലേബിളിൽ നിന്ന് മാറി
ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലേബിളിൽ തന്നെ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഐക്കണും ലേബിളും വെച്ചിട്ട് തന്നെയാണ് ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗുരു ആപ്ലിക്കേഷൻ വൺ ടൈം പേയ്മെൻറ്റായും ഇയർലി സബ്സ്ക്രിപ്ഷൻ റേറ്റിലും ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്കിപ്പോൾ അഡ്മിൻ ലോഗിൻ നോക്കാം. ഞാനിവിടെ അഡ്മിനായി ലോഗിൻ ചെയ്യുന്നു. അതിനായി ഇവിടെ അഡ്മിൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ അഡ്മിൻ യൂസർ നെയിം പാസ്വേഡ് നൽകുകയാണ്. അഡ്മിന് പ്രധാനമായും മാർക്കറ്റിംഗ് ഡിവിഷൻസ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ സെറ്റിങ്സ് എല്ലാം ഇവിടെ ചെയ്യുവാനും സാധിക്കുന്നതാണ്. അതായത് കാറ്റഗറീസ് എന്ന സെക്ഷനിൽ നിന്നും അഡ്മിന് സോഴ്സ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാർക്കറ്റിംഗ് ഡിവിഷനിൽ ഏതെല്ലാം രീതിയിലായിരിക്കും ഡേറ്റ നമ്മൾക്ക് ലഭിക്കുന്നത്, അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയാസ്, അത് ഏതെല്ലാം സോഴ്സാണോ അത് അഡ്മിന് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു CRE അവർ ഒരു സ്റ്റുഡൻറ്റിനെ വിളിക്കുമ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ ഫോളോ അപ്പ് എന്താണോ അല്ലെങ്കിൽ ഫോളോ അപ്പ് സ്റ്റാറ്റസ് എന്താണോ അതിവിടെ അഡ്മിന് ക്രിയേറ്റ് ചെയ്ത് നൽകുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഓരോ സ്റ്റാറ്റസിൻ്റെയും കളർ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു എക്സിക്യൂട്ടീവ് ഒരു CRE സ്റ്റുഡൻസിനെ വിളിച്ചു കഴിയുമ്പോൾ അവരെ മൊബൈൽ ആപ്പിനകത്ത് എന്ത് സ്റ്റാറ്റസ് ആണോ സെറ്റ് ചെയ്യേണ്ടത് അത് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾക്ക് വൺ ടൈമായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. അഡ്മിനുള്ള ബേസിക് സെറ്റിങ്സ് ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബ്രാഞ്ചസ് ആഡ് ചെയ്യുക. എത്ര ബ്രാഞ്ചസ് വേണമെങ്കിലും ഈ ഗുരു ആപ്ലിക്കേഷനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അൺലിമിറ്റഡ് സ്റ്റുഡൻസും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഏതെല്ലാം ബ്രാഞ്ചസ് ആണോ ആഡ് ചെയ്യേണ്ടത് ആ ബ്രാഞ്ചസ് ഇവിടെ സെറ്റിങ്സിനകത്ത് അഡ്മിന് വൺ ടൈമായിട്ട് ആഡ് ചെയ്യാം. ഇതെല്ലാം വൺ ടൈം സെറ്റിങ്സ് ആണ്. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്, കോഴ്സസ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏതെല്ലാം കോഴ്സസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ ആ കോഴ്സസ് ഇവിടെ ആഡ് ചെയ്യാം. സോഫ്റ്റ്വെയർ ആദ്യമായി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ്, അത് ഓപ്പണിംഗ് ബാലൻസ്, ഉദാഹരണമായി ഇൻസ്റ്റിറ്റ്യൂട്ടിന് 2 ബാങ്ക് അക്കൗണ്ടും ക്യാഷ് ഇൻ ഹാൻഡും ഉണ്ടെങ്കിൽ ആദ്യമായി സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഈ അക്കൗണ്ടിലുള്ള പേയ്മെൻറ്റുകൾ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് എങ്കിൽ മാത്രമേ ക്യാഷ് നമുക്ക് ബാലൻസ് ആവുള്ളൂ. അതിനായി ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്യാനുള്ള ഒരു സെറ്റിങ്സും അഡ്മിന് ലഭിക്കുന്നതാണ്. ഇത് ബ്രാഞ്ചസിലാണെങ്കിൽ ബ്രാഞ്ചസിന് വേണമെങ്കിലും അഡ്മിന് ഓപ്പണിംഗ് ബാലൻസ് നൽകുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ വൺ ടൈം ഫീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ലൈബ്രറി ഫീസ്, സ്പോർട്സ് ഫീ, അങ്ങനെ എന്തെങ്കിലും വൺ ടൈം ഫീസ് ഉണ്ടെങ്കിലും അഡ്മിന് ആഡ് ചെയ്യാൻ സാധിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റാഫിൻ്റെ ഡെസിഗ്നേഷൻ, ഏതെല്ലാം ടൈപ്പ് സ്റ്റാഫാണുള്ളത് ആ സ്റ്റാഫിൻ്റെ ഡെസിഗ്നേഷനും അവരെ സാലറിയും ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അത് എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അഡ്മിനുള്ള മറ്റൊരു ഓപ്ഷനാണ് സബ് അഡ്മിനെ ആഡ് ചെയ്യാനായിട്ട്. അതിന് അഡ്മിന് വേണ്ടുന്ന അല്ലെങ്കിൽ സബ് അഡ്മിന് വേണ്ടുന്ന പ്രിവിലേജസുകൾ, ഏതെല്ലാം മെനു ആണ് അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതും അഡ്മിന് പ്രിവിലേജായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ മറ്റൊരു ഓപ്ഷനാണ് സ്റ്റാഫിൻ്റെ അപ്രൂവൽ. ബ്രാഞ്ചിൽ നിന്നും ബ്രാഞ്ച് അഡ്മിൻ ഒരു സ്റ്റാഫിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിൻ അവരെ അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്കത് ലോഗിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അഡ്മിൻ്റെ മറ്റ് ഓപ്ഷനാണ് അപ്രൂവ് റെസീപ്റ്റ്സ്. ബ്രാഞ്ചിലോ അല്ലെങ്കിൽ ഹെഡ് ഓഫീസിലോ ഒരു ട്രാൻസാക്ഷൻ എക്സ്പെൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് അഡ്മിൻ അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ക്യാഷ് ലെഡ്ജർ ബാലൻസിലേക്ക് ആഡ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ അത് അപ്രൂവ് ആവുകയുള്ളൂ. അതേപോലെ തന്നെ മാസം തോറും നൽകുന്ന ഓഫീസിൻ്റെ സാലറി, കൗൺസിലേഴ്സിൻ്റെ സാലറി, മറ്റുള്ള റെസിപ്റ്റുകൾ എല്ലാം തന്നെ അഡ്മിൻ ഇവിടെ അപ്രൂവ് ചെയ്ത് നൽകേണ്ടതാണ്. അതേപോലെ തന്നെ അക്കൗണ്ട്സ് എന്ന സെക്ഷനിൽ അഡ്മിന് അക്കൗണ്ട് റിപ്പോർട്ട് ലഭിക്കുന്നതാണ്. അതായത് എല്ലാ ബ്രാഞ്ചിൻ്റെയും അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് ഉൾപ്പെടെ എല്ലാ ബ്രാഞ്ചിൻ്റെയും അക്കൗണ്ട് ട്രാൻസാക്ഷൻസും ക്യാഷ് ബാലൻസും, ഓരോ ബാങ്കിൻ്റെയും ക്യാഷ് ബാലൻസും ഇവിടെ അഡ്മിന് അറിയാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു ബാങ്ക് മാത്രമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ബാങ്കിൻ്റെ മാത്രമായിട്ടുള്ള ട്രാൻസാക്ഷൻസും അഡ്മിന് ഇവിടെ അറിയാൻ സാധിക്കും. ആ ബാങ്കിൻ്റെ ബാലൻസും തുടങ്ങിയ കാര്യങ്ങളും ഇവിടെ അറിയാൻ സാധിക്കും. ഇനി അതല്ല ബ്രാഞ്ച് വൈസാണ് അഡ്മിന് അറിയേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് ബ്രാഞ്ച് സെലക്ട് ചെയ്ത് ആ ബ്രാഞ്ചിന് മാത്രമായിട്ടുള്ള ഇൻകം, എക്സ്പെൻസ് ട്രാൻസാക്ഷൻസ് അറിയാൻ സാധിക്കും. ഇനി അതല്ല ക്രെഡിറ്റ് ആണോ ഡെബിറ്റ് ആണോ അറിയേണ്ടതെങ്കിൽ അതും നമ്മൾക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് ഫിൽറ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഡേറ്റ് ബിറ്റ്വീൻ ആയിട്ടുള്ള ഓപ്ഷൻ വെച്ചിട്ടും നമ്മൾക്ക് ട്രാൻസാക്ഷൻസ് ഫിൽറ്റർ ചെയ്ത് അറിയാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു ബ്രാഞ്ചിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ട്രാൻസാക്ഷൻസ്, എക്സ്പെൻസ്, ഇൻകം ട്രാൻസാക്ഷൻസ് ഇവിടെ അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഓരോ ബാങ്കിൻ്റെ ബാലൻസും ക്യാഷ് ഇൻ ഹാൻഡും നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ അറിയാൻ സാധിക്കും. അക്കൗണ്ട്സ് എന്ന സെക്ഷനിൽ അഡ്മിൻ്റെ മറ്റൊരു ഓപ്ഷനാണ് ക്യാഷ് ബാങ്ക്. അതായത് ക്യാഷിൽ ബാങ്കിലേക്ക് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ഒരു ക്യാഷോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതേപോലെ തന്നെ മറ്റ് ബാങ്ക് അക്കൗണ്ടുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. CRM സെക്ഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ അഡ്മിന് കാറ്റഗറീസ് സെക്ഷനിൽ നിന്നും നമുക്ക് വേണ്ടുന്ന സോഴ്സും സ്റ്റാറ്റസും ആഡ് ചെയ്യാം. ഇത് മാർക്കറ്റിംഗ് ഡിവിഷനിലേക്ക് വേണ്ടുന്ന ഓപ്ഷനാണ്. അതേപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിനെ ഹാൻഡിൽ ചെയ്യാം.
അതേപോലെ തന്നെ അവിടുത്തെ റിപ്പോർട്ടുകൾ, ഈ റിപ്പോർട്ടുകൾ സ്റ്റാറ്റസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അവിടെ എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ CREs മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ്, അത് ടുഡേ, യെസ്റ്റർഡേ, ദിസ് വീക്ക്, കറണ്ട് മന്ത് ഓർ നമുക്ക് ഡേറ്റ് ബിറ്റ്വീൻ ആയിട്ടുള്ള ഡേറ്റയും നമുക്ക് ലഭിക്കുന്നതാണ്. റിപ്പോർട്ട്സിൽ അഡ്മിൻ്റെ മറ്റൊരു ഓപ്ഷനാണ് ആക്ടിവിറ്റി റിപ്പോർട്ട്. ഓരോ എക്സിക്യൂട്ടീവ്സും അവർ എന്ത് ജോലി ചെയ്യുന്നു, അതായത് എത്ര സ്റ്റുഡൻസിനെ അവർ കോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓരോ ടൈമിൽ അവർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആക്ടിവിറ്റി റിപ്പോർട്ട്, അതായത് വാട്സപ്പ് മെസ്സേജ് സെൻഡ് ചെയ്തോ, ഇമെയിൽ സെൻഡ് ചെയ്തോ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസിനെ കോൾ ചെയ്യുന്നുണ്ടോ, അങ്ങനെ അവർ ഓരോ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സും എന്തെല്ലാം വർക്കുകളാണ് ചെയ്യുന്നത് അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കുന്നതാണ് ആക്ടിവിറ്റി റിപ്പോർട്ട്. അത് നമുക്ക് ടുഡേ, യെസ്റ്റർഡേ, ദിസ് വീക്ക്, കറണ്ട് മന്ത് എന്ന രീതിയിൽ ഫിൽട്ടർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പെൻഡിങ് റിമൈൻഡേഴ്സ്, അതായത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് ആരെങ്കിലും സ്റ്റുഡൻസിനെ വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഉദാഹരണമായി ഒരു സ്റ്റുഡൻറ്റ് 2 ദിവസം കഴിഞ്ഞ് വിളിക്കാൻ പറയുന്നു, അവരത് വിളിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ പെൻഡിങ് റിമൈൻഡേഴ്സും അഡ്മിനും ബ്രാഞ്ച് അഡ്മിനും ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ അഡ്മിന് CRM സെക്ഷനിൽ ചാർട്ട്സ് എന്ന് പറഞ്ഞ ഈ സെക്ഷനിൽ നിന്നും നമ്മുടെ ഓരോ എക്സിക്യൂട്ടീവ്സും എന്തോരം അഡ്മിഷൻസ് ആണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ചാർട്ട് റെപ്രസെൻറ്റേഷൻ ഇവിടെ ലഭിക്കുന്നതാണ്. അതിൽ മൗസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ CREസും, അതായത് ഓരോ എക്സിക്യൂട്ടീവ്സും എത്ര അഡ്മിഷൻസ് കൺവേർട്ട് ചെയ്തു എന്നുള്ളത് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ടോട്ടൽ ലീഡ്സിൻ്റെ ചാർട്ടും ഇവിടെ ലഭിക്കുന്നതാണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നൽകുന്ന സ്റ്റാറ്റസിനെ ആസ്പദമാക്കി, അതായത് ഇവിടെ കാറ്റഗറീസ് എന്ന സെക്ഷനിൽ സ്റ്റാറ്റസ്, നമ്മൾ ഏതെല്ലാം സ്റ്റാറ്റസ് ആണോ നൽകിയിരിക്കുന്നത്, എക്സിക്യൂട്ടീവ്സിന് നൽകിയിരിക്കുന്നത്, അതിനെ ആസ്പദമാക്കി തന്നെ ഇവിടെ നമ്മൾക്ക് ചാർട്ട് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന സോഴ്സിനെ ആസ്പദമാക്കി കൺവേർട്ട് ചെയ്യുന്ന അഡ്മിഷൻസ് അതിൻ്റെ പെർസെൻറ്റേജ് നമ്മൾക്കിവിടെ അറിയാൻ സാധിക്കും. മൗസ് ഓവർ ചെയ്യുമ്പോൾ അതിൽ എത്രമാത്രം സ്റ്റുഡൻസ് അഡ്മിഷൻസ് കൺവേർട്ട് ആയിട്ടുണ്ട് എന്നും നമ്മൾക്ക് അറിയുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ നൽകുന്ന സോഴ്സിനെ ആസ്പദമാക്കിയാണ്, അതായത് കാറ്റഗറി സെക്ഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നൽകുന്ന സോഴ്സും ആ സോഴ്സിൽ നിന്ന് വരുന്ന ഡേറ്റയും ആസ്പദമാക്കിയാണ്, അല്ലെങ്കിൽ ഏത് സോഴ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അഡ്മിഷൻസ് കൺവേർട്ട് ആയിരിക്കുന്നത് എന്ന് നമ്മൾക്കിവിടെ അറിയുവാൻ സാധിക്കും. അതേപോലെ തന്നെ മന്ത്ലി അഡ്മിഷൻസും ടോട്ടൽ കൗണ്ടും ഇവിടെ അറിയുവാൻ സാധിക്കും. ഇതിൻ്റെ ഒരു റിപ്പോർട്ട് നമ്മൾക്കിവിടെ ലഭിക്കുന്നതാണ്. ഈ റിപ്പോർട്ട് തന്നെ അനാലിറ്റിക്സിൽ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇനി അഡ്മിന് വേണ്ടുന്ന മറ്റൊരു ഓപ്ഷനാണ്, അഡ്മിനും ബ്രാഞ്ച് അഡ്മിനും ഉള്ളൊരു ഓപ്ഷനാണ് ബൾക്ക് ഡാറ്റ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. ഫേസ്ബുക്കിൽ നിന്നും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും വരുന്ന ഡാറ്റ ഡയറക്റ്റായി തന്നെ നമ്മുടെ CRMലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് CREസിന് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിന് ലഭിക്കുന്നതുമാണ്. അതല്ല, നമ്മൾക്ക് എക്സലിൽ അപ്ലോഡ് ചെയ്യുന്ന ഡാറ്റ CREസിന് റീഅസൈൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ ബൾക്ക് എക്സൽ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് അതിൻ്റെ സാമ്പിൾ ഫോർമാറ്റ് ഇവിടെ ലഭിക്കുന്നതാണ്. ആ എക്സൽ നമ്മൾക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഓട്ടോ അസൈൻ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ 10 എക്സിക്യൂട്ടീവ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് ഈ എക്സിക്യൂട്ടീവ്സിന് അസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും അസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ മാനുവൽ അസൈൻ ചെയ്യണമെങ്കിൽ, അതായത് ഓരോ എക്സിക്യൂട്ടീവ്സിനും എത്രമാത്രം ഡേറ്റയാണ് അസൈൻ ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഡേറ്റ അസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡേറ്റ ഹാൻഡ്ലിങ്ങിൽ ഒരു സ്റ്റാഫിന് അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ്സിന് നമ്മൾ അസൈൻ ചെയ്യുന്ന ഡേറ്റ മറ്റൊരു എക്സിക്യൂട്ടീവ്സിന് റീഅസൈൻ ചെയ്യാനും സാധിക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ഒരു CREക്ക് നൽകിയ ഡേറ്റ മറ്റൊരു CREയിലേക്ക് മാറ്റി നൽകണം എന്നുണ്ടെങ്കിൽ ഇവിടെ കറണ്ട് സ്റ്റാഫിനെ സെലക്ട് ചെയ്ത് മറ്റേത് സ്റ്റാഫിനാണോ നമുക്ക് ആ ഡേറ്റ അസൈൻ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് നമുക്ക് റീഅസൈൻ ചെയ്യാനും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ എത്ര എൻട്രീസാണ് നമുക്ക് സെലക്ട് ചെയ്ത് നൽകേണ്ടുന്നത് അതും സെലക്ട് ചെയ്ത് നമുക്ക് റീഅസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഓപ്ഷൻസ് എല്ലാം തന്നെ ബ്രാഞ്ച് അഡ്മിൻ്റെ ലോഗിനിലും ലഭ്യമാണ്. എക്സിക്യൂട്ടീവ്സ് ഏതെങ്കിലും സ്റ്റുഡൻസിനെ വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു പർട്ടിക്കുലർ ഡേറ്റിലോ ടൈമിലോ സ്റ്റുഡൻറ്റ് വിളിക്കാൻ പറഞ്ഞിട്ട് ആ എക്സിക്യൂട്ടീവ് ആ സ്റ്റുഡൻറ്റിനെ വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ റിമൈൻഡർ ഒരു പെൻഡിങ് നോട്ടിഫിക്കേഷനായിട്ട് അഡ്മിനും ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ ഈ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് എക്സിക്യൂട്ടീവ് ആണെന്നും ഏത് സ്റ്റുഡൻറ്റിനെയാണ് വിളിക്കാനുള്ളതെന്നും അതിൻ്റെ നോട്ടും മറ്റു കാര്യങ്ങളും ഇവിടെ അഡ്മിനും അറിയാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ബ്രാഞ്ച് അഡ്മിൻ്റെ ലോഗിൻ ഡീറ്റെയിൽസ് നോക്കാം. അടുത്തതായി ഇവിടെ ഞാൻ ബ്രാഞ്ച് അഡ്മിനായി ലോഗിൻ ചെയ്യുന്നു. ബ്രാഞ്ച് അഡ്മിന് പ്രധാനമായും സ്റ്റാഫുകളെ ആഡ് ചെയ്യാൻ, അതേപോലെ തന്നെ ടീച്ചേഴ്സിനെ ആഡ് ചെയ്യാൻ, CREs എക്സിക്യൂട്ടീവ്സിനെ ആഡ് ചെയ്യാൻ, ഓഫീസ് സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ ഫാക്കൽറ്റീസിൻ്റെ സാലറി മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ ആണ് ബ്രാഞ്ച് അഡ്മിന് ലഭിക്കുന്നത്. എന്നാൽ ഓഫീസ് സ്റ്റാഫിൻ്റെ പ്രിവിലേജസ് കൂടി നമ്മൾക്ക് ബ്രാഞ്ച് അഡ്മിന് അസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ
CRM സെക്ഷനിൽ അഡ്മിന് ലഭിക്കുന്ന എല്ലാ ഓപ്ഷൻസും ബ്രാഞ്ച് അഡ്മിന് ലഭിക്കുന്നതാണ്. അതായത് ആ ബ്രാഞ്ചിലെ ഡേറ്റ ബൾക്ക് അപ്ലോഡ്, അതേപോലെ തന്നെ ഡേറ്റ റീഅസൈനിങ് തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ റിപ്പോർട്ട്, അതായത് എത്ര അഡ്മിഷൻസ് കൺവേർട്ടായി തുടങ്ങിയ കാര്യങ്ങളും ബ്രാഞ്ച് അഡ്മിനും ലഭിക്കുന്നതാണ്. അതായത് ബ്രാഞ്ചിലെ അഡ്മിനും ലഭിക്കുന്നതാണ്. ഒരു ബ്രാഞ്ചിലെ സ്റ്റാഫിനെ മാനേജ് ചെയ്യാനായിട്ട്, അതായത് ആഡ് സ്റ്റാഫ്, ഓഫീസ് സ്റ്റാഫ്, ടീച്ചേഴ്സ്, കൗൺസിലർ തുടങ്ങിയ കാര്യങ്ങളും ഇവിടെ ബ്രാഞ്ച് അഡ്മിന് സാധിക്കുന്നതാണ്. ഒരു സ്റ്റാഫിനെ ആഡ് ചെയ്യുന്ന ടൈമിൽ, അതായത് ഫാക്കൽറ്റിയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അവർ ഹവർലി സാലറി ആണോ അതോ ഫിക്സഡ് സാലറി ആണോ എന്നുള്ള ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യാം. അവിടെ റെസ്യൂമും മറ്റും ഇവിടെ അപ്ലോഡ് ചെയ്യാനും പിന്നീട് അത് എഡിറ്റ് ചെയ്യാനും അവരെ യൂസർ നെയിമോ പാസ്വേഡോ നൽകുവാനും സാധിക്കുന്നതാണ്. ഇതേ രീതിയിൽ ബ്രാഞ്ച് അഡ്മിൻ ആഡ് ചെയ്യുന്ന ഒരു ഫാക്കൽറ്റിയോ അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫിനെയോ പിന്നീട് മെയിൻ അഡ്മിൻ അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓഫീസ് സ്റ്റാഫിനെ ആണെങ്കിലും അല്ലെങ്കിൽ CREs എക്സിക്യൂട്ടീവ്സിനെ ആണെങ്കിലും അഡ്മിന് ഇവിടുന്ന് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവരെല്ലാം അറ്റൻഡൻസും ഇവിടുന്ന് ബ്രാഞ്ച് അഡ്മിന് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബയോമെട്രിക്സോ മറ്റല്ലെങ്കിൽ ഡിറ്റക്ട് മെട്രിക്സ് ഡിവൈസോ ഉണ്ടെങ്കിൽ, അറ്റൻഡൻസ് ഡിവൈസ് മെഷീൻ ഉണ്ടെങ്കിൽ അതിൻ്റെ API യൂസ് ചെയ്ത് നമുക്ക് ഫാക്കൽറ്റീസിൻ്റെയോ അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫിൻ്റെയോ അറ്റൻഡൻസും ഇവിടെ രേഖപ്പെടുത്തി നമുക്ക് അതിനനുസരിച്ച് തന്നെ പേറോൾ മാനേജ്മെൻറ്റും ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ മന്ത്ലി അറ്റൻഡൻസ് റിപ്പോർട്ടും സ്റ്റാഫിൻ്റെ അറ്റൻഡൻസ് അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫിൻ്റെ അറ്റൻഡൻസ് റിപ്പോർട്ടും ഇവിടെ ബ്രാഞ്ച് അഡ്മിന് ലഭിക്കുന്നതാണ്. ബ്രാഞ്ച് അഡ്മിന് ഓഫീസ് സ്റ്റാഫിൻ്റെ ഓപ്ഷൻസും ഇവിടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ഓഫീസ് സ്റ്റാഫിൻ്റെ ലോഗിനകത്തും എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കാം. ഓഫീസ് സ്റ്റാഫ് ഓപ്ഷൻ അല്ലെങ്കിൽ ബ്രാഞ്ച് അഡ്മിനോ അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫിനോ പുതിയ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടുന്നത്, CRM സെക്ഷനിൽ നിന്ന് വരുന്ന, അതായത് ഒരു എക്സിക്യൂട്ടീവ് ഫോളോ അപ്പ് ചെയ്ത് അഡ്മിഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺവേർട്ട് ചെയ്യുന്ന അഡ്മിഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫീസ് സ്റ്റാഫിൻ്റെ ലോഗിലേക്ക് വരികയും ഇവിടെ സ്റ്റുഡൻറ്റിനെ ഒരു ബാച്ചിലേക്കോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലേക്കോ അസൈൻ ചെയ്യാനും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഫീസ് മാനേജ്മെൻറ്റ് ഓഫീസ് സ്റ്റാഫിനോ അല്ലെങ്കിൽ ബ്രാഞ്ച് അഡ്മിനോ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു സ്റ്റുഡൻറ്റിനെ അവരെ കോഴ്സോ അല്ലെങ്കിൽ ബാച്ചോ അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പറോ നെയിമോ വെച്ചോ സെർച്ച് ചെയ്തെടുത്തിട്ട് ആ സ്റ്റുഡൻസിൻ്റെ ഫീസ് ഇവിടെ പേ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ പെൻഡിങ് ഫീസും ഇവിടെ അറിയാൻ സാധിക്കുന്നതാണ്. ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്ത് പേ ഫീ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ടേം ഫീസ് അഡ്മിൻ സൈഡിൽ ഒരു കോഴ്സ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഓരോ കോഴ്സിനും ടൈമായിട്ടാണ് ഫീസ് കളക്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ വൺ ടൈമാണ് ഫീസ് കളക്ട് ചെയ്യുന്നതെങ്കിലും അഡ്മിൻ അവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ സെലക്ട് ചെയ്യുന്ന ഫീസുകൾ ഇവിടെ ടൈം ഫീസായിട്ട് വരുന്നതും ഇവിടുന്ന് ഫീസ് കളക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. അഡ്മിൻ പോർട്ടൽ നമ്മൾ കണ്ട രീതിയിൽ അവിടെ വൺ ടൈം ഫീസ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കളക്ഷനായി വരുന്നതാണ്. ഇവിടെ ഫീസ് കളക്ട് ചെയ്യാനായിട്ട് ഫീസ് സെലക്ട് ചെയ്തതിന് ശേഷം കളക്ട് ഫീ എന്ന ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റുഡൻറ്റിൻ്റെ ടേം ഫീസോ അല്ലെങ്കിൽ ഫുൾ പേയ്മെൻറ്റോ ഇവിടെ കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ പ്രീവിയസ് മന്തിൽ എന്തെങ്കിലും ബാലൻസ് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് ഇവിടെ ഡ്യൂ ആയിട്ട് വരുന്നതും, അതേപോലെ തന്നെ എന്തെങ്കിലും ഫൈൻ എമൗണ്ട് ഉണ്ടെങ്കിൽ, അതായത് ഇത്ര ഡേറ്റിനുള്ളിൽ ടൈം ഫീസ് അടയ്ക്കാൻ സാധിച്ചില്ല എങ്കിൽ എന്തെങ്കിലും ഫൈൻ ഉണ്ടെങ്കിൽ അതും നമുക്കിവിടെ ആഡ് ചെയ്ത് അതിൻ്റെ ടോട്ടൽ ഫീസ് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ സ്റ്റുഡൻറ്റിൻ്റെ പെൻഡിങ് ഫീസും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നമുക്ക് ലിസ്റ്റായിട്ടും ലഭിക്കുന്നതാണ്. അക്കാഡമിക് സെക്ഷനിൽ ബ്രാഞ്ച് അഡ്മിന് ഒരു ബാച്ച് ക്രിയേറ്റ് ചെയ്യാനും ആ ബാച്ചിൻ്റെ അല്ലെങ്കിൽ ഓരോ ഫാക്കൽറ്റിക്ക് അല്ലെങ്കിൽ സബ്ജക്റ്റ് വൈസ് അസൈൻ ചെയ്യാനും സാധിക്കുന്നതാണ്. അക്കാഡമിക്സ് തന്നെ ഇവിടെ സബ്ജക്റ്റ് ചാപ്റ്റർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ബ്രാഞ്ച് അഡ്മിന് ഉണ്ട്. അതേപോലെ തന്നെ അസൈൻ ടീച്ചർ എന്ന ഈ സെക്ഷൻ ഉപയോഗിച്ചിട്ട് ടീച്ചേഴ്സിനെ ഒരു സബ്ജക്റ്റിലേക്കോ ഒരു ബാച്ചിലേക്കോ നമ്മൾക്ക് അസൈൻ ചെയ്യാനും സാധിക്കുന്നതാണ്. ഫിനാൻസ് എന്ന സെക്ഷനിൽ നിന്നും അഡ്മിൻ ലഭിക്കുന്ന അതേ ഓപ്ഷൻസ് തന്നെ ബ്രാഞ്ച് അഡ്മിൻ ലഭിക്കുന്നതാണ്. അതായത് ഓരോ ലെഡ്ജർ ഹെഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എക്സ്പെൻസിൻ്റെ ഒരു ലെഡ്ജർ ഹെഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ എക്സ്പെൻസുകൾ ഓഫീസ് സ്റ്റാഫിനോ അല്ലെങ്കിൽ ബ്രാഞ്ച് അഡ്മിനോ അതിൻ്റെ എക്സ്പെൻസുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇത് അഡ്മിൻ അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ എക്സ്പെൻസ് ലെഡ്ജർ റിപ്പോർട്ടിലേക്ക് വരികയുള്ളൂ. ബ്രാഞ്ച് അഡ്മിനും ക്രെഡിറ്റ് ഡെബിറ്റ് റിപ്പോർട്ട് ലഭിക്കുന്നതാണ്. അത് ഈ ബ്രാഞ്ചിൻ്റെ ബാങ്ക് ഏതെല്ലാം ബ്രാഞ്ചസ് ഉണ്ട്, ഏതെല്ലാം ബാങ്കുകളുണ്ട്, ആ ബാങ്കിനെ ആസ്പദമാക്കിയും ആ ബാങ്കിൻ്റെ അക്കൗണ്ടിങ് ഡീറ്റെയിൽസും ഇവർക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഫ്രം ടു ഡേറ്റ് അല്ലെങ്കിൽ ഓരോ ലെഡ്ജറിനെ ബേസ് ചെയ്തും, ഫോർ എക്സാമ്പിൾ റെൻറ്റ്, ഇലക്ട്രിസിറ്റി ബിൽ, അങ്ങനെ ഓരോ ലെഡ്ജറിനെ ബേസ് ചെയ്തും എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് ബ്രാഞ്ച് അഡ്മിന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫിനാൻസ് സെക്ഷനിൽ അഡ്മിനുള്ള മറ്റൊരു റിപ്പോർട്ടാണ് പെൻഡിങ് ഫീ റിപ്പോർട്ട്. അതായത് ഓരോ സ്റ്റുഡൻസും എത്രമാത്രം ഫീസ് പെൻഡിങ് ഉണ്ട്
എത്ര പെൻഡിങ് ഫീസ് ഓരോ സ്റ്റുഡൻറ്റ് ബേസ് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇൻകം, നമുക്ക് അഡീഷണൽ എന്തെങ്കിലും ഇൻകം ഇൻസ്റ്റിറ്റ്യൂട്ടിന് വരികയാണെങ്കിൽ അക്കൗണ്ട് ടാലി ചെയ്യാനായിട്ട് ആഡ് ഇൻകം എന്നൊരു ഓപ്ഷനും ഇവിടെ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ക്യാഷ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് ഒരു ബ്രാഞ്ചിൽ നിന്നും മറ്റൊരു ബ്രാഞ്ചിലേക്കോ അല്ലെങ്കിൽ ഹെഡ് ഓഫീസിലേക്കോ നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ബാങ്ക് ടു ബാങ്കോ അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ചെയ്യുന്ന ബാങ്കിലേക്കോ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിവിടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് നൽകുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ പിന്നീട് ആ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ക്യാഷ് ഇൻ ഹാൻഡ് ചെയ്യുന്ന ഒരു ബാങ്കിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എമൗണ്ട് നൽകി കഴിഞ്ഞാൽ അത് ക്യാഷ് ട്രാൻസ്ഫർ ആയിട്ടും അത് ലെഡ്ജർ റിപ്പോർട്ടിലേക്ക് വരുന്നതാണ്, അതായത് നമ്മുടെ ക്യാഷ് ഫ്ലോയിലേക്ക് വരുന്നതാണ്. അങ്ങനെ ഒരു ബ്രാഞ്ചിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എൻ്റയർ ട്രാൻസാക്ഷൻ ആക്ടിവിറ്റീസ് നമുക്ക് ട്രാൻസാക്ഷൻ റിപ്പോർട്ടിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ ഹെഡ് ഓഫീസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഡെപ്പോസിറ്റ് ടു ഹെഡ് ഓഫീസിൻ്റെ ഏത് ബാങ്കാണ്, ഇവിടെ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടില്ല, ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. വൺസ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഹെഡ് ഓഫീസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അഡ്മിൻ സൈഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാങ്ക് അക്കൗണ്ട് ഇവിടെ വരുന്നതും എമൗണ്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് ലെഡ്ജർ, അതായത് ഈ ബ്രാഞ്ചിൽ നിന്ന് എമൗണ്ട് റെഡ്യൂസ് ആവുകയും അതോടൊപ്പം തന്നെ അത് ഹെഡ് ഓഫീസിലെ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ആവുകയും ചെയ്യും. ബ്രാഞ്ച് അഡ്മിൻ്റെ മറ്റൊരു ഓപ്ഷനാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റുഡൻറ്റിനോ അല്ലെങ്കിൽ ഒരു ബാച്ചിനോ ഒരു നോട്ടിഫിക്കേഷൻ നൽകണമെങ്കിൽ, അതായത് സ്റ്റുഡൻസിൻ്റെ ഓൺലൈൻ ലേണിംഗ് ആപ്ലിക്കേഷനകത്തേക്ക് അവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ നൽകണമെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് അഡ്മിന് ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ നൽകുവാൻ സാധിക്കും. അത് കോഴ്സിനെ ആസ്പദമാക്കിയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റിനെ ആസ്പദമാക്കിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ നൽകുവാൻ സാധിക്കുന്നതാണ്. ഹൈ എൻഡ് വെർഷനകത്ത് ബൈ മെയിലായും അതേപോലെ തന്നെ SMS ആയും ഈ നോട്ടിഫിക്കേഷൻസ് സ്റ്റുഡൻസിന് ലഭിക്കുന്നതാണ്. അടുത്തതായി മാർക്കറ്റിംഗ് സെക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. മാർക്കറ്റിംഗ് സെക്ഷൻ എന്നുള്ള ഒരു അഡ്മിഷൻ എങ്ങനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ റിയൽ അഡ്മിഷനിലേക്ക് വരുന്നു എന്നുള്ളതും ചെക്ക് ചെയ്യാം. അതിനായി നമുക്കിനി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിൻ്റെ ലോഗിൻ ചെക്ക് ചെയ്യാം. ഈ ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ്റെ CRM സ്റ്റാഫ് ലോഗിൻ സെക്ഷനാണ് നമ്മളിനി നോക്കുവാൻ പോകുന്നത്. ഇവിടെ ഞാനൊരു CRA ആയിട്ട് ലോഗിൻ ചെയ്യുന്നു. CRAയ്ക്കും നമ്മൾ ഇതേ രീതിയിൽ മൊബൈൽ ആപ്പ് നൽകുന്നതാണ്. അവർക്ക് മൊബൈൽ ആപ്പ് ത്രൂവും ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം കോൾ ചെയ്യണമെങ്കിൽ ഈ ഗുരുവിൻ്റെ CRM ക്ലൗഡ് ആപ്ലിക്കേഷൻ ത്രൂ ആണ് കോൾ ചെയ്യുന്നതും അതേപോലെ തന്നെ വാട്സപ്പ് ഡയറക്റ്റ് ലിങ്ക് ചെയ്യുന്നതും മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ ആണ്. സോ CRA ലോഗിൻ്റെ സെയിം വെർഷൻ മൊബൈൽ ആപ്പായിട്ടും ലഭ്യമാണ്. ഇവിടെ ഒരു CRA ലോഗിൻ ചെയ്യുമ്പോൾ അതായത് അവർ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഫസ്റ്റ് ലോഗിൻ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും സ്റ്റുഡൻറ്റിനെ ഫോളോ അപ്പ് ചെയ്യാനോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാനായിട്ടുള്ള ഡേറ്റ് ഇന്നാണെങ്കിൽ അവർക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്, റിമൈൻഡർ ലിസ്റ്റായിട്ട് ലഭിക്കുന്നതാണ് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ. അതോടൊപ്പം തന്നെ അവരുടെ ഡാഷ്ബോർഡിൽ നിന്നും നേരത്തെ എൻട്രി ചെയ്ത ഡേറ്റ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. അതല്ല, ഇവിടെ ഡേറ്റ് ബിറ്റ്വീൻ നൽകി നമുക്ക് ഡേറ്റ ഇതേ രീതിയിൽ ഫിൽറ്റർ ചെയ്ത് എടുക്കുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സ്റ്റാറ്റസ് അനുസരിച്ചിട്ടും നമുക്ക് ഇതേ രീതിയിൽ ഡേറ്റ ഫിൽറ്റർ ചെയ്ത് എടുക്കുവാൻ സാധിക്കും. അതല്ല, നമുക്കൊരു സ്റ്റുഡൻറ്റിനെ ഡയറക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ആഡ് സ്റ്റുഡൻറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ, അത് ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ഡേറ്റ ഫില്ല് ചെയ്ത് നൽകി കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യും. സെയിം ഓപ്ഷൻ തന്നെയാണ് അവർക്ക് മൊബൈൽ ആപ്പിലും ലഭ്യമാക്കുന്നത്. സോ ഞാൻ ഈ ഡേറ്റ ഫില്ല് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾക്ക് ഫോൺ നമ്പർ നൽകിയതിന് ശേഷം സ്റ്റുഡൻറ്റ് ഏത് കോഴ്സിനാണോ എൻക്വയറി ചെയ്യുന്നത് ആ കോഴ്സ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് നൽകുവാൻ സാധിക്കും. ഇവിടെ ഞാൻ കോഴ്സ് സെലക്ട് ചെയ്ത് നൽകുന്നു. അതോടൊപ്പം തന്നെ സോഴ്സ് ഇവിടെ നൽകാം, ഡയറക്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ്. ഇനി ഏത് പ്രിഫേർഡ് ബ്രാഞ്ചസ് ആണോ അഡ്മിൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബ്രാഞ്ചസ് എല്ലാം തന്നെ ഇവിടെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ബ്രാഞ്ച് ഇവിടെ സെലക്ട് ചെയ്യാം, പ്ലേസ് നൽകാം. അതിനുശേഷം റിമാർക്സ് ഉണ്ടെങ്കിൽ റിമാർക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് കൊടുക്കാം. സെയിം കാര്യങ്ങൾ തന്നെയാണ് മൊബൈൽ ആപ്പ് ത്രൂ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നതായി കാണാം. മൊബൈൽ ആപ്ലിക്കേഷനിലാണ് അവർ ആഡ് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് സ്റ്റുഡൻറ്റിനെ കോൾ ചെയ്യണമെങ്കിൽ ഇവിടെ കോൾ ബട്ടൺ ഉണ്ട്. അതേപോലെ തന്നെ വാട്സപ്പ് സെൻഡ് ചെയ്യണമെങ്കിൽ വാട്സപ്പ് ബട്ടൺ ഉണ്ട്. മെയിൽ സെൻഡ് ചെയ്യണമെങ്കിൽ മെയിൽ ഓപ്ഷനുണ്ട്. ഇനി ഈ സ്റ്റുഡൻറ്റിനെ വിളിച്ചു കഴിയുമ്പോൾ ആ സ്റ്റുഡൻറ്റ് എന്ത് റിപ്ലൈ ആണോ നൽകുന്നത് ആ റിപ്ലൈ എൻ്റർ ചെയ്യാനായിട്ട് ഇവിടെ നോട്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ നോട്ട്സിനകത്ത് എന്ത് നോട്ട്സ് ആണോ ആ നോട്ട്സ് ഇവിടെ എൻ്റർ ചെയ്യാം. അതേപോലെ തന്നെ റിമൈൻഡർ ആഡ് ചെയ്യണമെങ്കിൽ, അതായത് നാളെയാണ് വിളിക്കേണ്ടത്, അങ്ങനെ എന്തെങ്കിലും റിമൈൻഡർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഡേറ്റ് സെലക്ട് ചെയ്യാം, റിമൈൻഡർ ടൈം സെലക്ട് ചെയ്യാം.
റിമൈൻഡർ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതിനുശേഷം ആഡ് റിമൈൻഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ റിമൈൻഡർ അവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ നോട്ട് നമ്മൾക്കിവിടെ സേവ് ചെയ്യാം. ഇതേ നോട്ട് അഡ്മിനും ബ്രാഞ്ച് അഡ്മിനും ലഭിക്കുന്നതാണ്. ഇനി ഏത് ദിവസമാണോ ഈ സ്റ്റുഡൻറ്റിനെ വിളിക്കേണ്ടുന്നത് അല്ലെങ്കിൽ വിളിക്കാൻ പറഞ്ഞത് ആ ദിവസം ഈ എക്സിക്യൂട്ടീവ് CREs വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിപ്പോർട്ട് ബ്രാഞ്ച് അഡ്മിനും ഇതിൻ്റെ പെൻഡിങ് നോട്ടിഫിക്കേഷൻ ബ്രാഞ്ച് അഡ്മിനും ലഭിക്കുന്നതാണ്. ഇനി തിരികെ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾക്കിവിടെ അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത് വിളിക്കാനുള്ളൊരു നോട്ടിഫിക്കേഷനായിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് വന്നതായിട്ടും കാണാം. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് നോട്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വീണ്ടും നോട്ട്സ് ആഡ് ചെയ്യാം. ഇനി ഈ സ്റ്റുഡൻറ്റിനെ അഡ്മിഷനായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കൺവേർട്ട് ടു അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഓഫീസ് സ്റ്റാഫ് ലോഗിനിലേക്ക് അല്ലെങ്കിൽ ബ്രാഞ്ച് അഡ്മിൻ ലോഗിനിലേക്ക് ഇത് കോഴ്സിലേക്ക് അഡ്മിഷനായിട്ട് കൺവേർട്ട് ആവുന്നതാണ്. ഇവിടെ റിപ്പോർട്ട്സ് എന്ന ഈ സെക്ഷൻ അല്ലെങ്കിൽ ചാർട്ട് എന്ന ഈ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്റ്റുഡൻസിനെ ആഡ് ചെയ്തിട്ടുണ്ട് ഇൻഡിവിജ്വൽ റിപ്പോർട്ട് ലഭിക്കുന്നതാണ്. ഇതേ റിപ്പോർട്ട് തന്നെയാണ് അഡ്മിനും ബ്രാഞ്ച് അഡ്മിനും ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ ലഭിക്കുന്നത് ഈ ഒരു എക്സിക്യൂട്ടീവിൻ്റെ ഇൻഡിവിജ്വൽ റിപ്പോർട്ടാണ്. അതായത് അവരെത്ര അഡ്മിഷൻസ് കൺവേർട്ട് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് അവർക്കിവിടെ ലഭിക്കുന്നത്. പെൻഡിങ് റിമൈൻഡർ എന്ന ഈ സെക്ഷനിൽ നിന്ന് അവർക്ക് പെൻഡിങ് റിമൈൻഡറും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. അനലിറ്റിക്സ് സെക്ഷനിൽ നിന്നും നേരത്തെ നമ്മൾ കണ്ട ചാർട്ട് സെക്ഷൻ തന്നെ ലഭിക്കുന്നതാണ്. ഇവിടെ ഇനി ഈ സ്റ്റുഡൻറ്റിനെ നമുക്ക് അഡ്മിഷനായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കൺവേർട്ട് ടു അഡ്മിഷൻ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റിനെ അഡ്മിഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അതായത് നേരെ ബ്രാഞ്ച് അഡ്മിൻ ലോഗിനിലേക്ക് പോകുന്നതാണ്. എങ്ങനെയാണ് ബ്രാഞ്ച് അഡ്മിൻ ലോഗിനിൽ ഈ സ്റ്റുഡൻറ്റ് അഡ്മിഷൻ വരുന്നതും മറ്റ് ഫീസും മറ്റും പേ ചെയ്യുന്നതും ബ്രാഞ്ച് അഡ്മിനും സ്റ്റാഫിനുമാണ് ആ ഒരു ഓപ്ഷൻ ലഭിക്കുന്നത്. അതായത് ഒരു അഡ്മിഷൻ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ ബ്രാഞ്ച് അഡ്മിനോ അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫിനോ അവരെ കോഴ്സിലേക്ക് ആഡ് ചെയ്യാവുന്നതും ഫീസ് മറ്റും കളക്ട് ചെയ്യാവുന്നതും അവർ അറ്റൻഡൻസ് പിന്നീട് മാർക്ക് ചെയ്ത് പോകാവുന്നതും ആ സ്റ്റുഡൻസിന് പിന്നെ ഓൺലൈൻ ക്ലാസ്സസും തുടങ്ങിയവ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഇവിടെ ഒരു ബ്രാഞ്ച് അഡ്മിനിലേക്ക് എങ്ങനെ ഈ ഒരു അഡ്മിഷൻ വന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പായി CRMൽ തന്നെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ നമുക്ക് പിന്നീട് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ സ്റ്റുഡൻറ്റ് നെയിമിൽ ക്ലിക്ക് ചെയ്താൽ ആ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ വീണ്ടും നമ്മൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് വരുന്നതും അത് നമ്മൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുന്നതാണ്. ഈ സെയിം ഓപ്ഷൻസും മൊബൈൽ ആപ്പിലും ഈ സെയിം ഓപ്ഷൻസ് തന്നെയായിട്ടായിരിക്കും ലഭിക്കുന്നത്. അതേപോലെ മറ്റൊരു കാര്യം, ഒരു സ്റ്റുഡൻറ്റിനെ വിളിച്ചതിന് ശേഷം അല്ലെങ്കിൽ നമ്മളൊരു ലീഡ് ക്രിയേറ്റ് ചെയ്തു, ആ ലീഡ് അല്ലെങ്കിൽ ഒരു ബൾക്ക് അപ്ലോഡ് ചെയ്യുന്ന ലീഡ് ലഭിച്ചു, ആ ലീഡ് എക്സിക്യൂട്ടീവ്സ് വിളിച്ചതിന് ശേഷം അതിൻ്റെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് ഈസിയായി തന്നെ ഇവിടെ സ്റ്റാറ്റസ് നമ്മൾ അഡ്മിൻ ക്രിയേറ്റ് നൽകിയ സ്റ്റാറ്റസ് ഇവിടെ ചേഞ്ച് ചെയ്ത് നൽകുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആ ഒരു കളർ കോമ്പിനേഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സ്റ്റാറ്റസ് ഏത് കളർ കോമ്പിനേഷനാണോ അഡ്മിൻ നൽകിയിരിക്കുന്നത് ആ കളർ റിപ്പോർട്ടിൽ ആ കളർ കോമ്പിനേഷനിൽ ആ സ്റ്റാറ്റസ് കാണുവാൻ സാധിക്കുന്നതാണ്. ഇതേ റിപ്പോർട്ട് അഡ്മിനും ബ്രാഞ്ച് അഡ്മിനും ലഭിക്കുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ബ്രാഞ്ച് അഡ്മിനായിട്ട് ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ സ്റ്റുഡൻറ്റ് സെക്ഷനിൽ കൺവേർട്ട് ടു അഡ്മിഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റ് ഇവിടേക്ക് വന്നതേ കാണാം. ഇവിടെ നമ്മൾ ഫ്രണ്ട് സൈഡിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് സൈഡിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുത്ത അതേ സ്റ്റുഡൻറ്റ് തന്നെ ഇവിടെ കൺവേർട്ട് ചെയ്ത് വന്നതേ കാണാം. ഇവിടെ കൺവേർട്ട് ടു എന്ന ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൺവേർട്ട് ടു അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാച്ച് സെലക്ട് ചെയ്യാൻ ഇവിടെ ബാച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. എന്നാൽ ഇവിടെ ബാച്ച് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞാനിവിടെ ഒരു ബാച്ച് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു കോഴ്സിനായിട്ട് ബാച്ച് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ സ്റ്റുഡൻറ്റ് അപ്ലൈ ചെയ്തേക്കുന്ന കോഴ്സ് CRV5 എന്ന് പറഞ്ഞ കോഴ്സാണ്. അതിന് ഞാനൊരു ബാച്ച് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ബാച്ചിൻ്റെ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും ഇവിടെ നൽകുന്നു. ഈ കോഴ്സിൻ്റെ ഒരു ബാച്ചാണ്, ഒരു ഇയർ ബാച്ചോ അല്ലെങ്കിൽ ഒരു ഡിവിഷനെ ബേസ് ചെയ്ത് നമുക്ക് ഇതേ രീതിയിൽ ബാച്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഒരു ബാച്ച് ഇവിടെ ആഡ് ചെയ്തു. ഇനി ഈ കൺവേർട്ട് ടു അഡ്മിഷൻ സ്റ്റുഡൻറ്റ് സൈഡിൽ ആ വന്നിരിക്കുന്ന അഡ്മിഷൻ ആ സ്റ്റുഡൻറ്റിനെ ആ ഒരു ബാച്ചിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്. സ്റ്റുഡൻറ്റിനെ ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇവിടെ കോഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ബാച്ച് നമ്മൾ നൽകിയ ഫസ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി സ്റ്റുഡൻറ്റ് എന്തെങ്കിലും അഡ്മിഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ ആഡ് ചെയ്ത് നൽകാം. അതേപോലെ കൺസെഷൻ ഉണ്ടെങ്കിൽ ആ കൺസെഷൻ നമുക്ക് ആഡ് ചെയ്ത് നൽകാം. ഒന്നുമില്ലെങ്കിൽ അത് 0 ആയിട്ട് തന്നെ ആഡ് ചെയ്യാം. ഇവിടെ കൺസെഷൻ ഇപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ സ്റ്റുഡൻറ്റ് ഇപ്പോൾ നമ്മൾ ആ ഒരു കോഴ്സിനകത്തേക്ക് ആഡ് ചെയ്തതായിട്ട് കാണാം. സ്റ്റുഡൻറ്റ് നമുക്ക് വീണ്ടും ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സ്റ്റുഡൻറ്റ് എന്തെങ്കിലും ടൈം ഫീസ് കൺസെഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
അതും നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്ത് നൽകുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഇത് കസ്റ്റമൈസബിൾ ആണ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഒരു സ്റ്റുഡൻറ്റ് നമ്മൾക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഫോം ഇതേ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കുവാനും സാധിക്കുന്നതാണ്. ഇവിടെ കൺസെഷൻ, അഡീഷണൽ കൺസെഷൻ എന്തെങ്കിലും നൽകണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ കൺസെഷൻ നമുക്ക് നൽകുവാൻ സാധിക്കും. അതായത് ടൈം ഫീസിനകത്ത് എന്തെങ്കിലും കൺസെഷൻ ഉണ്ടെങ്കിൽ ആ കൺസെഷൻ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും. ആ ഒരു ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റ് മറ്റ് സ്കോളർഷിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് നൽകുവാൻ സാധിക്കുന്നതാണ്. ഇനി ഈ സ്റ്റുഡൻറ്റ് ഫീസ് കളക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ പേ ഫീസ് എന്ന ഈ ഒരു സെക്ഷനിൽ വന്നതിന് ശേഷം നമ്മൾ ആ കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റ് ഇവിടെ വരുന്നതാണ്. അല്ലെങ്കിൽ ആ സ്റ്റുഡൻറ്റ് നെയിം വെച്ചിട്ട് നമുക്കോ അല്ലെങ്കിൽ നമ്പർ വെച്ചിട്ടോ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി പേ ഫീസ് കൊടുത്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത ഫീസും അതേപോലെ തന്നെ കോഴ്സിൻ്റെ മറ്റ് ടൈം ഫീസും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നതേ കാണാം. കളക്ട് ഫീസ് കൊടുത്തിട്ട് നമുക്ക് ആ ഫീസ് ഇവിടെ കളക്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ കളക്ട് ചെയ്യുന്ന ടൈമിൽ ഒരു ഡയറക്റ്റ് ബാങ്കിലേക്കാണ് ഫീ പേ ചെയ്യുന്നതെങ്കിൽ ആ ബാങ്ക് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അതല്ല ക്യാഷ് ഇൻ ഹാൻഡാണ് തരുന്നതെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡിലേക്ക് വരുന്നതാണ്. ഇത് ലെഡ്ജർ ബാലൻസ് ആയിട്ട് നമ്മുടെ ഇൻകം റിപ്പോർട്ടിലേക്കും ലെഡ്ജറായിട്ട് ഫീ കളക്ഷനായിട്ട് വരുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കുവാൻ പോകുന്നത് ഈ ഗുരുവിൻ്റെ ടീച്ചർ ലോഗിനാണ്. ടീച്ചേഴ്സിന് മൊബൈൽ ആപ്പും അതേപോലെ തന്നെ ക്ലൗഡ് ആപ്പും ലഭ്യമാണ്. അതായത് കമ്പ്യൂട്ടറിലോ ടാബിലോ ടീച്ചേഴ്സിന് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ടീച്ചറായിട്ട് ലോഗിൻ ചെയ്യുന്നു. ടീച്ചറായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ ബ്രാഞ്ച് അഡ്മിനോ അല്ലെങ്കിൽ സ്റ്റാഫോ ടീച്ചറിന് ഏതൊക്കെ ക്ലാസ്സസ് ആണ് അസൈൻ ചെയ്തേക്കുന്നത്, ഏതൊക്കെ ടൈം ടേബിളാണ് അസൈൻ ചെയ്തേക്കുന്നത്, അതിനനുസൃതമായി അവരുടെ ഡാഷ്ബോർഡിൽ തന്നെ ആ ഒരു ബാച്ചസ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. ഇവിടെ ഒരു ബാച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ആ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ അറ്റൻഡൻസ് എടുക്കാനുള്ള ഓപ്ഷൻ വന്നതായി കാണാം. അതേപോലെ തന്നെ അറ്റൻഡൻസ് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ബാച്ച് വൈസോ ഇ ഡയറി സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സിൽ പുതിയ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. എക്സാംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾക്ക് ആഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുണ്ട്. അതായത് ഫ്യൂച്ചറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആഡ് ചെയ്തിട്ട് ഇനി വരുന്ന എക്സാമിൽ അത് 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് പോകാൻ സാധിക്കും. സ്റ്റുഡൻസിന് അസൈൻമെൻറ്റ്സ് നൽകുവാൻ സാധിക്കും. സ്റ്റുഡൻസിന് ലൈവ് ക്ലാസ്സസ് നൽകുവാൻ സാധിക്കും. സ്റ്റുഡൻസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നോട്ടിഫിക്കേഷനായിട്ട് ഇവിടെ വരികയും അത് പിന്നീട് വ്യൂ ചെയ്യാൻ ഒരു ചാറ്റ് പോലെ തന്നെ വ്യൂ ചെയ്യാനും ടീച്ചേഴ്സിന് സാധിക്കും. സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്ത എക്സാംസിൻ്റെ റിസൾട്ട് എല്ലാം ടീച്ചേഴ്സിന് വ്യൂ ചെയ്യാൻ സാധിക്കും. ഇവിടെ അറ്റൻഡൻസ് എടുക്കണമെങ്കിൽ ഡയറക്റ്റ് അറ്റൻഡൻസ് എടുക്കണമെങ്കിൽ അത് മൊബൈൽ ആപ്പ് ത്രൂ തന്നെ എടുക്കാൻ സാധിക്കും. അതേ ഇവിടെ നമ്പർ ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ടീച്ചറിന് ഡേറ്റ് കൊടുത്ത് സെർച്ച് ചെയ്തതിന് ശേഷം ടീച്ചറിന് അറ്റൻഡൻസ് വ്യൂ ചെയ്യാൻ സാധിക്കും. അതേപോലെ അറ്റൻഡൻസ് ആഡ് ചെയ്യണമെങ്കിൽ ബൈ ഡീഫോൾട്ടായിട്ട് ആ ക്ലാസ്സിലെ സ്റ്റുഡൻസ് എല്ലാം പ്രസൻ്റ് ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് ആബ്സെൻ്റ് ആണെങ്കിൽ അവർ നമ്പർ വെച്ച് സെർച്ച് ചെയ്യുകയും ആ നമ്പർ അല്ലെങ്കിൽ നെയിം വെച്ച് സെർച്ച് ചെയ്യും സ്റ്റുഡൻറ്റിനെ ആബ്സെൻ്റ് ആക്കാനും സാധിക്കുന്നതാണ്. അതിൻ്റെ റിമാർക്സ് ഉണ്ടെങ്കിൽ റിമാർക്സ് ആഡ് ചെയ്യാം. പേരൻസ് ഹൈ എൻഡ് വെർഷനിൽ പേരൻസ് ലോഗിനിൽ ഈ റിമാർക്സും സ്റ്റുഡൻറ്റ് ആബ്സെൻ്റ് ആണെന്നുള്ള ഡീറ്റെയിൽസും പേരൻറ്റിന് SMS ആയിട്ടും ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ടീച്ചേഴ്സ് ഡെയിലി കവർ ചെയ്യുന്ന പോർഷൻസ് അവരുടെ ചാപ്റ്ററിനകത്ത് അല്ലെങ്കിൽ സബ്ജക്റ്റിനകത്ത് ഏത് പോർഷനാണോ കവർ ചെയ്യുന്നത് അതിവിടെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ബ്രാഞ്ച് അഡ്മിനും മെയിൻ അഡ്മിനും ടീച്ചേഴ്സ് കവർ ചെയ്യുന്ന പോർഷൻ ഓരോ ദിവസത്തെ അറ്റൻഡൻസും ആ ടീച്ചർ കവർ ചെയ്യുന്ന പോർഷൻസും പേരൻസിനും അതേപോലെ തന്നെ ബ്രാഞ്ച് അഡ്മിനും മെയിൻ അഡ്മിനും ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ എക്സാംസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന എക്സാം എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സാം നെയിം നൽകി കഴിഞ്ഞാൽ എക്സാംസ് നമുക്ക് ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എക്സാം ആക്ടിവേറ്റ് ചെയ്യാനും ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ് ആണ്. അതിനാൽ ഇവിടെ നെഗറ്റീവ് മാർക്കോ അല്ലെങ്കിൽ മാർക്ക് പെർ ക്വസ്റ്റ്യൻസോ നൽകുവാൻ സാധിക്കും. എക്സാമിൻ്റെ ടൈം നൽകുവാൻ സാധിക്കും. ഇനി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ക്വസ്റ്റ്യൻസ് എന്ന ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ 1 by 1 ആയിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നതായി കാണാം. അതേപോലെ തന്നെ ബൾക്ക് ഫോർമാറ്റിലും ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ബൾക്കായിട്ടും ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ക്വസ്റ്റ്യൻ പൂളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ പൂൾ അതായത് നേരത്തെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻ പൂളിൽ നിന്നും അതും കാറ്റഗറി വൈസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മീഡിയം ഹാർഡ് എന്ന് പറഞ്ഞിട്ട് അത് ഏത് കാറ്റഗറിയിൽ ഏത് ക്വസ്റ്റ്യൻ ആണോ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ പൂളിൽ നിന്നാണോ നമുക്ക് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യേണ്ടുന്നത് ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പുതിയ എക്സാംസിലേക്കും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അസൈൻ കൊടുത്തു കഴിഞ്ഞാൽ 1 by 1 ആയി അസൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ എക്സാമിലേക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ക്വസ്റ്റ്യൻ പൂളിൽ നിന്നും ആഡ് ചെയ്ത് പോകുന്നതാണ്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് ആണെങ്കിൽ ടീച്ചേഴ്സിന് ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിൻ്റെ മാർക്സ് ഓരോ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് കിട്ടിയ മാർക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ തന്നെയാണ് അസൈൻമെൻറ്റ്സ്. സ്റ്റുഡൻസിന് അസൈൻമെൻറ്റ്സ് നൽകണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന അസൈൻമെൻറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് അസൈൻമെൻറ്റ് നമ്പർ, അസൈൻമെൻറ്റ് നെയിം, ഡിസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ അത് PDF ആയിട്ടോ ഡോക്കായിട്ടോ അല്ലെങ്കിൽ JPG ഫയലായിട്ടോ അസൈൻമെൻറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിൻ്റെ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും ടീച്ചറിന് ഇവിടെ നൽകുവാൻ സാധിക്കും. സ്റ്റുഡൻസ് വൺസ് അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ PDF ആയിട്ടോ ഇമേജ് ആയിട്ടോ സ്റ്റുഡൻസിന് അസൈൻമെൻറ്റ്സ് തിരിച്ച് ടീച്ചറിന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ടീച്ചറിന് അതിവിടെ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്, അതിനെ മാർക്ക് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ സ്റ്റുഡൻസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചറിന് ആ ക്വസ്റ്റ്യൻസ് ഇവിടെ വ്യൂ നൽകിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് ഇവിടെ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ആ ക്വസ്റ്റ്യന് ടീച്ചറിന് റിപ്ലൈ കൊടുക്കുവാനും സാധിക്കുന്നതാണ്. സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്ത പ്രീവിയസ് എക്സാം റിസൾട്ട് കാണണമെങ്കിൽ ഇവിടെ കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സും എക്സാം നെയിമും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് എക്സാംസ് അറ്റൻഡ് ചെയ്തവരുടെ ലിസ്റ്റും അതേപോലെ തന്നെ അവരുടെ റിസൾട്ടും ആരൊക്കെ ഇനി അറ്റൻഡ് ചെയ്യാനുണ്ട്, ആബ്സെൻറ്റീസ് ആരെല്ലാമാണ്, അവരെ ഡീറ്റെയിൽസും ടീച്ചറിന് ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ റിസൾട്ട് ടീച്ചറിന് എക്സൽ ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ തന്നെ ആബ്സെൻറ്റീസിൻ്റെ ലിസ്റ്റും ടീച്ചറിന് എക്സൽ ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി സ്റ്റുഡൻസ് എങ്ങനെയാണ് LMS സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് നോക്കാം. ഈ ഗുരു ക്ലൗഡ് ആപ്ലിക്കേഷനിൽ നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത് LMS പോർഷനാണ്. അതായത് സ്റ്റുഡൻസിൻ്റെ ലോഗിനാണ്. സ്റ്റുഡൻസിൻ്റെ ലോഗിനായി സ്റ്റുഡൻസിന് വെബ് ലിങ്ക് വഴിയും അതേപോലെ തന്നെ ആപ്പ് ത്രൂവും ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹൈ എൻഡ് വെർഷനിൽ ആപ്പ് ത്രൂ ആണെങ്കിൽ കണ്ടൻറ്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതായത് കണ്ടൻറ്റ് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ കോപ്പി ചെയ്യാനോ അതേപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കുകയില്ല. അതേപോലെ തന്നെ ഡിവൈസും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതായത് ഒരു കമ്പ്യൂട്ടറിൽ ഒരു സ്റ്റുഡൻറ്റിന് ഒരു കമ്പ്യൂട്ടർ മാത്രമേ ഡിവൈസ് ലോഗിൻ ആവുകയുള്ളൂ. അതേപോലെ തന്നെ ഫോണാണെങ്കിലും ഒരു ഫോണിൽ മാത്രമേ ഒരു സ്റ്റുഡൻറ്റിന് ലോഗിൻ ആവുകയുള്ളൂ. മറ്റൊരു ഫോണിലും ഒരു ID വെച്ചിട്ട് മറ്റൊരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ മറ്റൊരു ഫോണിൽ മറ്റൊരു ഡിവൈസിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇവിടെ ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻ്റായിട്ട് ലോഗിൻ ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇവിടെ സൈനപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ ഒരു അഡ്മിഷൻ ഫോം നൽകി കഴിഞ്ഞാൽ ആ അഡ്മിഷൻസ് ഡയറക്റ്റ് ബ്രാഞ്ച് അഡ്മിനും സ്റ്റാഫ് അഡ്മിനും ലഭിക്കുന്നതാണ്. അവർക്കും അവിടെ നിന്ന് സ്റ്റുഡൻറ്റിനെ ഡയറക്റ്റ് അഡ്മിഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഓൺലൈൻ പേയ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് അവർക്ക് ഒരു കോഴ്സ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻ്റായിട്ട് ലോഗിൻ ചെയ്യുകയാണ്. ഇവിടെ ഒരു സ്റ്റുഡൻ്റായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ അവർ ഏതെല്ലാം കോഴ്സുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ ആ പർച്ചേസ് ചെയ്ത കോഴ്സുകൾ ഇവിടെ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ തന്നെ മൊബൈൽ വെർഷനും ഇവർക്ക് ലഭിക്കുന്നതാണ്. ഇനി അതിൽ ഏതെല്ലാം സബ്ജക്ട്സ് ഉണ്ടോ ആ സബ്ജക്ട്സ് എല്ലാം അവർക്ക് ഇതേ രീതിയിൽ ഡിസ്പ്ലേ ആവുന്നതും ആ സബ്ജക്റ്റിൽ സെലക്ട് ചെയ്യുമ്പോൾ ആ സബ്ജക്റ്റിൻ്റെ വീഡിയോ ക്ലാസ്സസ്, ഒബ്ജക്റ്റീവ് എക്സാംസ്, അസൈൻമെൻറ്റ്സ്, ലൈവ് ക്ലാസ്സസ്, അറ്റൻഡൻസ്, അതേപോലെ തന്നെ ആസ്ക് എ ക്വസ്റ്റ്യൻ ടീച്ചറിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഓപ്ഷനും ഇവിടെ ലഭിക്കുന്നതാണ്. വീഡിയോ ക്ലാസ്സസ് ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ വീഡിയോ ക്ലാസ്സിനകത്ത് ഏതെല്ലാം ചാപ്റ്റേഴ്സ് ആണോ അതുള്ളത് അതോടൊപ്പം തന്നെ അതിൻ്റെ PDF-ഉം വീഡിയോസും സ്റ്റുഡൻറ്റിന് ഇവിടുന്ന് കാണുവാൻ സാധിക്കുന്നതാണ്. സ്റ്റുഡൻ്റ് ഒരു പ്രൊഫൈൽ പേജ് ഇവിടെ ലഭിക്കും. അതേപോലെ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട്, അവർ എക്സാംസ് അറ്റൻഡ് ചെയ്തതിനെ ബേസ് ചെയ്തുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടും സ്റ്റുഡൻറ്റിന് ഇവിടെ ലഭിക്കുന്നതാണ്. ഇത് പേരൻസിനും ഇതേ രീതിയിൽ തന്നെ ഈ ഒരു റിപ്പോർട്ട് ലഭിക്കുന്നതാണ്. അതായത് അവർ അറ്റൻഡ് ചെയ്ത എക്സാമിൻ്റെ റിസൾട്ട് എല്ലാം അവിടെ കാണുവാൻ സാധിക്കും. ഇനി അഡ്മിനോ ബ്രാഞ്ച് അഡ്മിനോ അല്ലെങ്കിൽ ടീച്ചറോ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ബാച്ച് വൈസോ സ്റ്റുഡൻറ്റ് വൈസോ നോട്ടിഫിക്കേഷൻസ് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ സ്റ്റുഡൻസിന് വരുന്നതും ആ നോട്ടിഫിക്കേഷൻ അവർക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഡയറി, ഇൻഡിവിജ്വൽ ഡയറിയോ അല്ലെങ്കിൽ ബാച്ച് വൈസ് ഡയറിയോ ടീച്ചർ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും സ്റ്റുഡൻസിന് ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇനി
എക്സാംസോ മറ്റോ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റീവ് എക്സാംസ് ആണെങ്കിൽ ഒബ്ജക്റ്റീവ് എക്സാംസ് എന്ന ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്ത് അവർക്ക് നേരത്തെ അറ്റൻഡ് ചെയ്ത എക്സാം റിവ്യൂ ചെയ്യണമെങ്കിൽ ഇവിടെ റിവ്യൂ ചെയ്യാം. അതല്ല പുതിയൊരു എക്സാമാണ് അറ്റൻഡ് ചെയ്യേണ്ടെങ്കിൽ ഇവിടെ അറ്റൻഡ് എക്സാം എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം എക്സാമുകൾ ഇതേ രീതിയിൽ ഒബ്ജക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ്റെ നാവിഗേഷൻ ഓപ്ഷൻ ഇവിടെ റൈറ്റ് സൈഡിൽ ലഭ്യമാണ്. മൊബൈൽ വ്യൂ ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇവിടെ, അതേപോലെ തന്നെ നാവിഗേഷൻ പേജിൻ്റെ താഴേക്കും മാറുന്നതാണ് മൊബൈൽ ആപ്പിൽ. ഇതേ ഫോർമാറ്റിൽ തന്നെയായിരിക്കും മൊബൈൽ വ്യൂവിലും സ്റ്റുഡൻസിന് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. ടീച്ചർ നൽകിയിരിക്കുന്ന അസൈൻമെൻറ്റ്സ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന അസൈൻമെൻറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് സ്റ്റുഡൻസിന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ആൾറെഡി അസൈൻമെൻറ്റ് സബ്മിറ്റ് എൻഡ് ഡേറ്റ് കഴിഞ്ഞാൽ വീണ്ടും സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്നാൽ പുതിയൊരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇവിടുന്ന് ഫയൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ അവരുടെ മൊബൈൽ ആപ്പ് ആണെങ്കിൽ മൊബൈൽ ആപ്പ് ത്രൂ തന്നെ അസൈൻമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ടീച്ചറിൻ്റെ സൈഡിൽ നിന്നും ലൈവ് ക്ലാസ്സിൻ്റെ സബ്ജക്റ്റും അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ടൈമും പറഞ്ഞു തന്നാൽ ഇവിടെ ടൈം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്ന ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ ആപ്പിനകത്ത് തന്നെ സൂമിലേക്കോ സ്റ്റുഡൻസിന് റീഡയറക്റ്റ് ആവുന്നതാണ്. സ്റ്റുഡൻസിൻ്റെ അറ്റൻഡൻസ് അവർക്ക് അറിയണമെങ്കിൽ ഇവിടെ ഫ്രം ഡേറ്റും ടു ഡേറ്റും കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ അറ്റൻഡൻസ് അറിയാൻ സാധിക്കുന്നതാണ്. ടീച്ചറിനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ടോ ചോദിക്കണമെങ്കിൽ ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ടീച്ചറിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതും അതേപോലെ തന്നെ അത് എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ടീച്ചർ നൽകുന്ന റിപ്ലൈ സ്റ്റുഡൻസിന് ഇവിടെ ഈ ഒരു രീതിയിൽ റിപ്ലൈയും അവർക്ക് ലഭിക്കുന്നതാണ്. ഈ ഓപ്ഷൻസ് എല്ലാം മൊബൈൽ ആപ്പിലും ഇതേ രീതിയിൽ തന്നെ സ്റ്റുഡൻസിന് ലഭിക്കുന്നതാണ്. ഹൈ എൻഡ് വെർഷനിൽ സ്റ്റുഡൻസിന് നെക്സ്റ്റ് ടൈം ഫീസ് കാര്യങ്ങളോ ഈ ഒരു ലോഗിൻ യൂസ് ചെയ്ത് തന്നെ പേ ചെയ്യണമെങ്കിൽ പേരൻസിനോ സ്റ്റുഡൻസിന് ഈ ലോഗിൻ ഉപയോഗിച്ച് തന്നെ ഫീസും ഓൺലൈനായി തന്നെ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഈ ഗുരുവിൻ്റെ LMS പോർഷൻ വഴി നമ്മൾ ആഡ് ചെയ്യുന്ന വീഡിയോസും അതേപോലെ തന്നെ കണ്ടൻറ്റും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതായത് മറ്റുള്ള സ്റ്റുഡൻസിന് ഷെയർ ചെയ്യാനോ കോപ്പി ചെയ്യാനോ സാധിക്കുന്നതല്ല. അതേപോലെ തന്നെ ഹൈ എൻഡ് വെർഷൻ ആപ്ലിക്കേഷനിൽ ഡിവൈസും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതായത് ഒരു സ്റ്റുഡൻറ്റിന് ഒരു ഡിവൈസിൽ മാത്രമേ ലോഗിൻ ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ ഗുരു എന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് LMS അതായത് ഓൺലൈൻ ലേണിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ അക്കൗണ്ടിംഗ്, ERP, സാലറി, സ്റ്റാഫ് സാലറി, അതേപോലെ തന്നെ CRM മാർക്കറ്റിംഗ് സെക്ഷൻ തുടങ്ങിയവ വളരെ ഈസിയായി തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഗുരു എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് കസ്റ്റമൈസബിൾ ആണ് എന്നുള്ളതാണ്. അതായത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആവശ്യാനുസരണം ഇതിൻ്റെ മോഡ്യൂൾസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഏതെല്ലാം ഓപ്ഷൻസ് ആണ് നമ്മൾക്ക് ആവശ്യമെന്നാൽ, അതായത് LMSഉം ERPയും മാത്രം മതിയെങ്കിൽ ആ ഒരു പോർഷൻ മാത്രമായിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കുവാൻ സാധിക്കും. അതല്ല നമുക്ക് ഫീസ് മാനേജ്മെൻറ്റും പേറോളും മാത്രം മതിയെങ്കിൽ ആ ഒരു പാർട്ട് മാത്രമായിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസിനും ലൈവ് ഡെമോയ്ക്കുമായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.